ഫ്ലൈറ്റ് കയറാം. കയറി ഞാൻ ഫ്ലൈറ്റിൽ കയറി ഉള്ളിലോട്ട് കയറാൻ പോകും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പാർട്ട് 2 ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ വീഡിയോൻ്റെ പാർട്ട് 1 കാണാത്തവർ പോയി കാണണം കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പം ഇന്ന് പാർട്ട് 2 ആയിട്ടുള്ള വീഡിയോ ആണ് ഗായ്സ്. ഇപ്പോഴും ഫ്ലൈറ്റിലാണ് ഗായ്സ്. അപ്പോൾ ഇപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുകയാണ്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡിങ് ചെയ്യുമ്പോഴും നമ്മളോട് ഈ വിൻഡോ ഷീറ്റ് തുറന്ന് തന്നെ ഇടണമെന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇതിൻ്റെ കാരണം നമ്മൾ അത് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഈ വിൻഡോ ഷീറ്റ് തുറന്നിടണം പറയുന്നത് ടേക്ക് ഓഫ് ലാൻഡിങ് ചെയ്യുമ്പോൾ പ്ലെയിനിന് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ പാസഞ്ചേഴ്സിന് ഈ വിൻഡോയിലൂടെ പാസഞ്ചേഴ്സിനാണ് പെട്ടെന്ന് പെട്ടെന്ന് കാണുക. അപ്പോൾ അത് ക്യാബിൻ ക്രൂസിനെ പൈലറ്റിനൊക്കെ ഇവിടെയൊക്കെ പറഞ്ഞാൽ മതി. അപ്പോൾ അവർ അത് ചെയ്തോളും. അതാണ് കേട്ടോ നമ്മളോട് അത് പറയുന്നത്. ടേക്ക് ഓഫ് ലാൻഡിങ് ചെയ്യുമ്പോൾ വിൻഡോ ഷീറ്റ് തുറന്നിടണം. ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് ലാൻഡിങ്ങിൻ്റെ മുമ്പായിട്ടൊക്കെ നമുക്ക് വിൻഡോ ഷീറ്റ് അടക്കുകയൊക്കെ ചെയ്യാം. അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ ഗായ്സ്. പിന്നെ ഈ സാധനം എന്താ അറിയോ? ഈ ബ്ലൂ സാധനം നമുക്ക് വൊമിറ്റ് ചെയ്യാനുണ്ടാവുമ്പോൾ ഇതിൽ നമുക്ക് വൊമിറ്റ് ചെയ്യാം കേട്ടോ ഗായ്സ്. ഇതിൽ നമുക്ക് വൊമിറ്റ് ചെയ്യാം. പിന്നെ ഇത് ഫുഡ് കഴിക്കാനുള്ള ടാബ്ലാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മൾ സീറ്റ് ബെൽറ്റ് ഊരുക എന്നുള്ളതാണ്. ഇത് നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ സീറ്റ് ബെൽറ്റ് ഊരുക. പിന്നെ ഇങ്ങനെ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടും. ഇങ്ങനെ അങ്ങ് സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കും. പിന്നെ നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് ടൈറ്റ് ആക്കുന്നതും ലൂസാക്കുന്നതൊക്കെ എങ്ങനെയാണെന്നല്ലേ? ഇങ്ങനെയാണ് കേട്ടോ ഈ സീറ്റ് ബെൽറ്റ് ടൈറ്റ് ആക്കുന്നത്. ഇങ്ങനെയാണ് ഞാൻ ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ ടൈറ്റാക്കി കൊടുത്തു. പിന്നെ ഇത് ഫുഡ് കഴിക്കാനുള്ള ടേബിളാണ്. ഇത് ഇങ്ങനെയാണ് കേട്ടോ തുറക്കുക. ഈ സാധനം ഇങ്ങനെ ആക്കിയാലല്ല, ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇത് നമുക്ക് ഫുഡ് കഴിക്കുക. ഇതിൽ ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ആ വട്ടത്തിലുള്ളതിൽ നമ്മൾ ബോട്ടിലൊക്കെ വെക്കാം കേട്ടോ നമുക്ക്. പിന്നെ ഇതിമത്തെ പൊടിയൊക്കെ തട്ടുന്നതാണത്. ഇങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇതിങ്ങനെ അടച്ചാൽ പോരാ, അതങ്ങ് താഴെ വീഴും. അത് മുകളിലോട്ട് വെച്ചിട്ട് ഈ സാധനം ആ സാധനം താഴത്തോട്ടാക്കി എടുത്താൽ മതി. അപ്പം അവിടെ നിന്നോളൂ കേട്ടോ ഗായ്സ്. ഹായ് പൊളിച്ചു ഞാൻ ആരമ്പോൾ അതിൻ്റെ ഒരു അഭിമാനം. പിന്നെ ഇതിന്മേൽ നമുക്ക് കിടക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. കിടക്കാം, ഉറങ്ങാം ഒക്കെ ചെയ്യാം. അപ്പം ഞാനിതിന്മേൽ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ ഗായ്സ്. എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ പുറത്തത്തെ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ ഉറങ്ങുകയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. എവിടേക്കാണ് പോകുന്നത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം ഞങ്ങൾ പോകുന്നത് സൗദി അറേബ്യ ജിദ്ദയിലോട്ടാണ് ഗൈസ്. സൗദി അറേബ്യക്ക് പോവുകയാണ്. അവിടുത്തെ ജിദ്ദയിലോട്ടാട്ടോ നമ്മൾ പോകുന്നത്. അപ്പം ഈ സർപ്രൈസ് നിങ്ങൾക്ക് പറഞ്ഞില്ലേ, എവിടേക്കാന്നായിരിക്കൂലേ നിങ്ങളെ ചോദ്യം. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരാൻ തുടങ്ങി. പിന്നെ വീഡിയോ എടുക്കല്ലേ വെച്ചിട്ട് ഞാനങ്ങ് ചിരിച്ചു കൊടുത്തു. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഉറങ്ങി. കാരണം ഈ ഫുഡ് കഴിക്കുന്ന ടേബിളിൽ വെച്ചായിട്ടോ ഞാൻ നല്ലവണ്ണം ഉറങ്ങിയിട്ടുണ്ട്. ഇന്ന് എൻ്റെ ഒരു ഉറക്ക ഡേ ആണ് ഗൈസ്. ഉറക്കത്തിൻ്റെ ഡേ ആണ് ഇന്ന്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉറങ്ങിയ ദിവസം ഇതാണ് കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് ഉറങ്ങുന്നുണ്ട്. ഫ്ലൈറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഈ ടേക്ക് ഓഫ് ലാൻഡിങ് നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഇവർ ഈ ഫ്ലൈറ്റിൽ നിന്ന് ഇങ്ങനെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഇടാന്നൊക്കെ പറയുന്നത് എന്താ അറിയാം? ഫ്ലൈറ്റിൽ നിന്ന് നമ്മൾ ഇലക്ട്രിക്കായ ഒരു സാധനം യൂസ് ചെയ്യാതിരിക്കുക. ടേക്ക് ഓഫിലും ലാൻഡിങ്ങിലും പ്രത്യേകിച്ച് ഇലക്ട്രിക്കായ മൊബൈൽ ഫോൺ, ഐപാഡ്, ടാബ്, പിന്നെ ലാപ്ടോപ്പ് അതൊന്നും യൂസ് ചെയ്യാതിരിക്കുക. ഇലക്ട്രിക്കായ ഒരു വസ്തു യൂസ് ചെയ്യാതിരിക്കുക. കാരണം ഈ ഫ്ലൈറ്റിൽ നിന്ന് തന്നെ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ടേക്ക് ഓഫിലും ലാൻഡിങ്ങിലും എന്തായിരിക്കും ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അത് നമുക്ക് ശ്രദ്ധിക്കുക. അത് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല ഗൈസ്. ഞാൻ ഭയങ്കര ഉറക്കമാണ്. നമ്മുടെ പൈലറ്റ്സ് ഇപ്പോൾ നെറ്റ് യൂസ് ചെയ്യുന്ന സമയമാണ്. കാരണം അവർ ഓരോ കണക്ഷനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. അപ്പം നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമ്മളെ ഫോണിൻ്റെ കണക്ഷനും കൂടി അവരെ കണക്ഷനൊക്കെ പോയി എന്തൊക്കെ അപകടമൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ ഗൈസ്. ഇതുകൊണ്ടോ പുറത്തത്തെ വ്യൂ മോനെ അടിച്ച് പൊളിച്ചു. ഇന്നെൻ്റെ ഉറക്കത്തിൻ്റെ ദിവസമാണ് ഗൈസ്. ഞാൻ ഭയങ്കരമായിട്ട് ഉറങ്ങുന്നുണ്ട്. പുറത്തത്തെ വ്യൂ ഒക്കെ നല്ല അടിപൊളിയാണ്. മേഘങ്ങൾ, വലിയ മേഘങ്ങളും ചെറിയ മേഘങ്ങളൊക്കെ. ഞാൻ ഭയങ്കര ഉറക്കമാണ് ഗൈസ്.
ഭയങ്കര ഉറക്കമാണ് ഗൈസ്. നല്ല പൊളിയല്ലേ. താഴത്ത് നമ്മളെ വീട്ടിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് ചെറിയ മാങ്ങും വലിയ മാങ്ങകളൊക്കെ കാണാം. അതിലേറെ ക്യൂട്ടാണ് കേട്ടോ ഇവിടെ. പിന്നെ ഞാൻ ഉറങ്ങി എണീറ്റു ഗൈസ്. എനിക്ക് ആകെ ഉറങ്ങിയാൽ മതി എന്നാണ് എൻ്റെ ഒരു ചിന്ത. പിന്നെ ഞാൻ പുറത്തോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഗൈസ്. പുറത്തത്തെ വ്യൂ എന്താണ് ഗൈസ്, ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ക്യൂട്ട് വ്യൂ ആണ് കണ്ടോ, അടിപൊളിയാണ്. മേഘങ്ങളൊക്കെ ഉണ്ട് ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ കേക്ക് കഴിക്കാൻ പോവാണ് കേട്ടോ, ഫുഡ് കഴിക്കാൻ പോവാണ്. എൻ്റെ കയ്യിലുള്ള കേക്ക് മാർബിൾ കേക്ക് ആട്ടോ ഞാൻ കഴിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ കേക്ക് കഴിക്കുകയാണ്. ഞാനങ്ങ് പൊട്ടിച്ചു എൻ്റെ കേക്ക് ഗൈസ്. ഈ മാർബിൾ കേക്കിൽ ചോക്ലേറ്റും ഉണ്ട്, പിന്നെ കേക്കും നല്ല അടിപൊളി. പിന്നെ ടിക്കൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. അപ്പം ഞാൻ കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കഴിച്ചിട്ടില്ല, കഴിക്കാൻ പോകുന്നു. അപ്പം നമ്മൾ കേക്ക് കഴിക്കാൻ പോവാണ് ഗൈസ്. നമ്മൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊന്നും നമ്മൾ പ്ലെയിൻ ഇടരുത്. അത് നമ്മളെ ബാഗിൽ വെക്കുക, അല്ലെങ്കിൽ ക്യാബിൻ ക്രൂസ് എന്തെങ്കിലുമൊക്കെ ഒരു വേസ്റ്റ് ബിന്ന് കൊണ്ടുവരും, അതിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ കേക്ക് തിന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനും ഉമ്മച്ചിക്കും കുറച്ചൊക്കെ കൊടുത്തിട്ടോ ഗൈസ്. ഒരുപാട് കുട്ടികൾ പ്ലെയിനിൽ നിന്ന് ചെവി വേദനയായിട്ട് കരയുന്നുണ്ട് കേട്ടോ ഗായ്സ്. അപ്പോൾ ഈ ചെവി വേദനയുള്ളൊരു കുട്ടി അവൻ്റെ ഉമ്മച്ചിനോട് പറയാണ്, അല്ല ഉമ്മച്ചല്ലേ വീട്ടിൽ നിന്ന് പറയണേക്കാ ആകാശത്താണ് സൂര്യനെന്ന്. അപ്പോൾ ആകാശത്തില്ല ഇപ്പം നമ്മളുള്ള ഇപ്പം എന്താ സൂര്യനെ കാണാത്തതെന്നൊക്കെ കേട്ടോ. അപ്പം അത് കേട്ട് എല്ലാവരും ഭയങ്കര ചിരിച്ചിട്ടാ. ക്യാബിൻ ക്രൂസ് വരെ ചിരിച്ചു പോയിട്ടോ. പിന്നെ എനിക്കിന്ന് ഉറക്കം വിട്ടൊരു കളിയില്ല മക്കളെ. അങ്ങനെ ഞാൻ പിന്നെയും ഉറങ്ങുകയാണ് ഗൈസ്. ഉറക്കത്തല്ലേ ഉറക്കം ഗൈസ്. ഇപ്പം രാത്രി ആയിട്ടുണ്ട് കേട്ടോ, നട്ടപ്പാതിരി ആയിട്ടുണ്ട്. രാത്രിയാണ്, ഞാൻ ഭയങ്കര ഉറക്കമാണ്. എന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. ഞാൻ എയറോസ്റ്റേഴ്സാളെ ഡ്രസ്സൊക്കെയാണ് ഇട്ടിട്ട് ഞാൻ സീറ്റിലിരുന്ന് ഉറങ്ങി. പിന്നെ ഫുഡ് കഴിക്കുന്ന ടേബിൾ മേലിരുന്ന് ഉറങ്ങി. ഒക്കെ ഉറക്കം തന്നെ, ഉറക്കല്ലാതെ എനിക്കൊരു കളിയില്ല കേട്ടോ ഗൈസ്. അങ്ങനെ ഞാൻ ഉറങ്ങുകയാണ്. ഉറങ്ങുന്നതിനിടയിൽ എൻ്റെ അമ്മച്ചി എന്നെ വിളിച്ചെണീപ്പിച്ചു കേട്ടോ. കാരണം നമ്മൾ ജിദ്ദയിലെത്താനായി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചെണീപ്പിച്ചു. എനിക്ക് ആകെ വൊട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് ഉറക്കപ്പിരാന്തുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ജിദ്ദയിലെത്താനായിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഉറങ്ങുകയാണ്. ജിദ്ദയിലെത്താനായിട്ടുണ്ട് നമ്മൾ. അങ്ങനെ ഞാൻ ഇങ്ങനെ പിന്നെ എൻ്റെ കണ്ണിൽ ഇങ്ങനെ ഉറക്കം വരികയാണ്. ഞാൻ ഉറങ്ങുക. അപ്പോൾ അതേ ഗൈസ്, പിന്നെ ഞാൻ വിൻഡോ സീറ്റിൽ നിന്ന് മറ്റേ സീറ്റിലോട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഒരു തരം അങ്ങനെ ഞാൻ ഭയങ്കര ഇരിക്കലാണ്. അങ്ങനെ ഞാൻ ഓരോ ആളുകളെ നോക്കുന്നുണ്ട് കേട്ടോ. ജിദ്ദയിലെത്താനായി. ഞാൻ അതിൻ്റെ ഒരു എക്സൈറ്റഡിലുമാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഞാൻ ഫ്ലൈറ്റിലൊക്കെ കയറി ഗൈസ്. ഞാൻ ഭയങ്കര ഉറക്കമാണ്. അപ്പോൾ മച്ചി എന്നെ എണീപ്പിച്ചതുകൊണ്ട് എനിക്ക് ആകെ ഒരു വട്ടുപിടിക്കലാണ് കേട്ടോ. എനിക്ക് ഉറക്കം, അത് മാത്രമേ എനിക്ക് ചിന്തയുള്ളൂ ഗൈസ്. അങ്ങനെ ഞാൻ ഈ സംഭവം കണ്ടപ്പോൾ ഞാൻ നെട്ടി. അതുകൊണ്ട് ഞാൻ വിൻഡോ സീറ്റിൽ തന്നെ വന്നിട്ടുണ്ട്. കാരണം ഇത് നമ്മളെ ജിദ്ദത്തെ കുഞ്ഞു ബിൽഡിങ്സുകളാട്ടോ ഗൈസ്. നല്ല കുഞ്ഞു ബിൽഡിങ്സുകൾ. ഇവിടുന്ന് ഞാൻ കണ്ടപ്പോൾ മെച്ചിനോട് താഴത്തോട്ട് നോക്കി ഞാൻ മെച്ചിനോട് ചോദിച്ചു, ഈ മെച്ചിയെ ഇവിടെ ജിദ്ദത്തെ കാറൊക്കെ ഇത്ര ചെറുതാണോന്ന് ചോദിച്ചു. അപ്പം മെച്ചി പറഞ്ഞാൽ അത് നമ്മൾ മുകളിൽ നിന്ന് നോക്കിയിട്ടാണെന്ന് പറഞ്ഞു. പിന്നെ വിമാനത്തിൻ്റെ ചിറകൊക്കെ ലേറ്റ് എത്തുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ലാൻഡ് ചെയ്തു കേട്ടോ ഫ്ലൈറ്റ്. അപ്പം ഇനി നമ്മൾ നേരെ പോകുന്നത് എവിടേക്കാ? ഞാൻ വിചാരിച്ചു ഇങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്ത് നമ്മൾ താഴത്തോട്ട് പോവുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് സുഖമായല്ലോ, നേരെ ഇങ്ങനെ നടന്നെടുത്താൽ മതിയായിരുന്നു. അപ്പോഴല്ലേ എനിക്ക് പണി കിട്ടിയത്. നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങാറുണ്ട്, എന്നാലും കുഴപ്പമില്ലാന്നേ. അങ്ങനെ ഞാൻ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗേൾസ്. ഞാൻ അമ്മച്ചിനോട് പെട്ടെന്ന് വരികയെന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു ആക്രാന്തമേ. ഇനി നമ്മൾ നേരെ പോകുന്നത് ആ ബസ്സിലോട്ടാണ്. ആ ബസ്സിൽ കയറി നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് പോകും. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളിതേ ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഇറങ്ങി. ഇൻഡിഗോ ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ നമുക്കുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫ്ലൈറ്റൊക്കെ. എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഈ വീഡിയോ. ബൈ, അസ്സലാമു അലൈക്കും, ബൈ.